എല്ലാവർക്കും ഹാഫിസ് ഹൈർ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ഹൈറുക്കുട്ടിയുടെ ആദ്യ പിറന്നാളായിരുന്നു. ഹൈറുക്കുട്ടിക്ക് ഒരുപാട് ബർത്ത്ഡേ സമ്മാനങ്ങൾ കിട്ടി. ആദ്യമായി ഞങ്ങളുടെ ഹൈറുക്കുട്ടിക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നു. പിറന്നാൾ പർച്ചേസ് കഴിഞ്ഞ് വന്നാണ് ഇത് ഞങ്ങൾ സെറ്റ് ചെയ്തത്. ഹാപ്പി ബർത്ത്ഡേ ലെറ്റേഴ്സിൻ്റെ ഹാഫിസ് കുട്ടൻ നിറച്ചപ്പോൾ പൊട്ടിപ്പോയി. പർച്ചേസും കഴിഞ്ഞ് സെറ്റ് ചെയ്ത് ഉറങ്ങിയപ്പോൾ 12 മണി കഴിഞ്ഞായിരുന്നു. രാവിലെ തന്നെ നല്ല മഴക്കോളുള്ളതുകൊണ്ട് ബിരിയാണി നേരത്തെ തന്നെ വയ്ക്കുവാൻ തീരുമാനിച്ചു. പാചകത്തിന് പുറത്തുനിന്നും ആരുമല്ല, ഇക്കായും മായും കൂടിയാണ് ബിരിയാണി എല്ലാം റെഡിയാക്കിയത്. ആദ്യം കറി വെച്ച് മാറ്റിയതിന് ശേഷമാണ് ചോറ് വെച്ചത്. കറിയും ചോറും റെഡിയായതിനു ശേഷം ദമ്മിട്ട് മാറ്റിവെച്ചു. ബിരിയാണി ദമ്മിട്ട് മാറ്റിവെച്ച ഉടൻ തന്നെ മഴയും പെയ്തു. കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ബിരിയാണി സെർവ് ചെയ്ത് തുടങ്ങിയിരുന്നു. കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല വിശപ്പായി തുടങ്ങി. അതുകൊണ്ട് കേക്ക് കുറച്ച് സമയം കഴിഞ്ഞ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ബർത്ത്ഡേ സെലിബ്രേഷന് ആദ്യം എത്തിയത് എൻ്റെ അനിയൻ്റെ വൈഫും മകനുമായിരുന്നു. ഹൈറുക്കുട്ടിയുടെ ബർത്ത്ഡേക്ക് കരി വരച്ചതും ഒരുക്കിയതും ഈ കുഞ്ഞായാണ്. ഹൈറുക്കുട്ടി ഉറങ്ങാത്തത് കൊണ്ട് വളരെയധികം പാടുപെട്ടാണ് അവൾ കരി വരച്ച് കൊടുത്തത്. മിഠായി ഏത് വേണമെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ആൽപ്പൻലീബയും മതി എന്ന് പറഞ്ഞതുകൊണ്ട് ആൽപ്പൻലീബയാണ് വാങ്ങിയത്. പഠിക്കണമല്ലോ. അങ്ങോട്ട് പിടിക്കും.
നസീം ഹായ്. ആദി ആദിക്കുട്ടാ ഹായ്. നമ്മളെ മുടിയൻ ചേട്ടൻ ഉണ്ട് ഇവിടെ. കേക്ക് പറിക്കുന്നത്, കേക്ക് കട്ട് ചെയ്യുന്നത് അടുത്ത മുടിയൻ ചേട്ടൻ. ആരക്കുട്ടി 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 ഹയറക്കുട്ടിയുടെ ജാസി ഉമ്മി ക്ലാസ്സും കഴിഞ്ഞ് വൈകിയാണ് എത്തിയത്. ഫുഡ് കഴിക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾ വീഡിയോ എടുത്ത് ജാസ്മി അറിഞ്ഞില്ലായിരുന്നു. ഇത് ഹൈറുക്കുട്ടിയുടെ ഒരേ ഒരു മാമച്ചിയാണ്. ഇനി കുറച്ചു നേരം വീഡിയോ ഫ്രെയിമിൽ ഞാൻ. ഹൈറക്കുട്ടി ഇക്കാരെ കയ്യിലിരുന്നുറങ്ങിപ്പോയി. ബിരിയാണിയും കേക്കും പ്രഥമനും കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി സൊറ പറഞ്ഞിരുന്നു. ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ട് ഇത്ത തിരിഞ്ഞിരുന്നാണ് കാര്യം പറയുന്നത്. ഞങ്ങൾ സൊറ പറയുന്നത് സഹിക്കാൻ വയ്യാതെ കുട്ടീസുകളെല്ലാം അവരുടെ ലോകത്തേക്ക് കളിക്കുവാൻ പോയി. കൂട്ടത്തിൽ ചെറുത് സഹാനായതുകൊണ്ട് തന്നെ അവരാരും കൂട്ടത്തിൽ കൂട്ടാറില്ല. ഇങ്ങനെ അവൻ റഫറിയായി നോക്കിയിരിക്കും. വാപ്പായും കുട്ടികൾ കളിക്കുന്നത് നോക്കിയിരിക്കുകയാണ്. ഹൈറക്കുട്ടിക്ക് കുലിസ് ഗിഫ്റ്റ് കൊടുത്തത് ഹൈറക്കുട്ടിയുടെ വാപ്പുവാണ്. ഹൈറുക്കുട്ടിക്ക് ഐബുവും ഷെയ്ഹായും ചേർന്ന് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു. കേക്ക് മുറിക്കുമ്പോൾ കൊടുക്കുവാൻ വെച്ചതാണ്, പക്ഷേ ഷെയ്ഹ മറന്നുപോയി. ഹൈറക്കുട്ടിക്ക് കളിക്കാൻ വാപ്പാപ്പ ബോൾ മേടിച്ചു കൊടുത്തതാണ്. ഹൈറുക്കുട്ടിയുടെ 5 ഇക്കച്ചിമാരിൽ ഏറ്റവും മൂത്ത ഇക്കച്ചിയാണ് അഫി ഇക്കച്ചി. ഹൈറുക്കുട്ടിക്ക് ബർത്ത്ഡേ കിട്ടിയ ഗിഫ്റ്റുകൾ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. ബോളും ഡാൻസിങ് കാറ്റസും ചെയറും ബാപ്പുവും വാപ്പാപ്പായും ഹൈറക്കുട്ടിക്ക് സമ്മാനം കൊടുത്തതാണ്. ഇത് ഹൈറക്കുട്ടിക്ക് ഷെയ്ഹ കുഞ്ഞു കൊടുത്ത ബേബി സ്റ്റഡി ബുക്കാണ്. ഇത് ബാക്കി എല്ലാവരും കൊണ്ട് കൊടുത്ത ഡ്രസ്സുകളാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ചെയ്യണം മറക്കരുതേ.
എല്ലാവർക്കും ഹാഫിസ് ഹൈറു വ്ളോഗ്സിന്റെ ബൈ ബൈ.